മാർത്തട്ടിലിന്റെയും പാംപ്ലാനിയുടെയും അജണ്ടയുടെ ഭാഗമാണ് സഭയിലെ വിമത സംഘടനകൾ കുർബാന വിഷയത്തിൽ ഇടപെടുന്നത്. ഈ വിമതന്മാരും മെത്രാന്മാരും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന രഹസ്യ ധാരണ കുർബാന ആഴ്ചയിൽ ഒരിക്കലേ നടത്തുകയുള്ളൂ എന്നുള്ളതാണ്. സഭയ്ക്കൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഇവരുടെ ഈ തട്ടിപ്പിന് ഒപ്പം നിൽക്കുന്ന സംഘടനകളിൽ ചെന്ന് മെത്രാന്മാരുടെ ചെപ്പടിക്ക് നിൽക്കരുത്. സഭയുടെ ഔദ്യോഗിക സംഘടനകൾ എന്നുള്ള വ്യാജേന ഇവർ പറയുന്നത് അനുസരിക്കുകയും അവസാനം കുറെ വിശ്വാസികൾ പോവുകയും ചെയ്താൽ യഥാർത്ഥ വിശ്വാസികളുടെ ലക്ഷ്യം നടക്കാതെ വരും. ഇത് അവരുടെ തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് തട്ടിൽ പിതാവും പാംപ്ലാനിയും ഇങ്ങനെ ഒരു അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ജനാഭിമുഖ കുർബാന ഇല്ലിസിറ്റ് ആണ് എന്നുള്ള തിരുസഭ പ്രഖ്യാപിച്ചത് തന്നെയാണ്. അതിൽ കൃപ ഇല്ല എന്ന് സഭ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. അത് അറിഞ്ഞിട്ടും അതിൽ പങ്കെടുക്കുന്നത് സാത്താൻ സേവയിൽ പങ്കെടുക്കുന്നത് പോലെയാണ്. അത് അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നതും അതിനെ പിന്തുണയ്ക്കുന്നതും അവരുടെ ആത്മനാശത്തിൽ മാത്രമേ ചെന്നെത്തുകയുള്ളൂ. അച്ഛൻ മദ്ബഹായിലേക്ക് തിരിയുന്നതോ ജനാഭിമുഖമാകുന്നതോ അച്ഛന്റെ മാത്രം വിഷയമാണ്. വിശ്വാസികൾക്ക് വേണ്ടത് സഭ അംഗീകരിച്ച ഏകീകൃത കുർബാനയാണ്. അത് നടപ്പിലാക്കിയേ പറ്റുകയുള്ളൂ. നടപ്പിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞിട്ട് നടപ്പിലാക്കാൻ കഴിവുള്ളവരെ ആ സ്ഥാനത്ത് കൊണ്ടിരുത്തണം. പണ്ടുള്ളവർ പറയുന്നത് പോലെ പോകത്തുമില്ല, കട്ടിൽ ഒഴിയത്തുമില്ല, കസേരയിൽ അള്ളി പിടിച്ചിരിക്കുവാണ്. എല്ലാം നടത്താമെന്ന് പറഞ്ഞാണ് 4 വോട്ട് നേടി മാർത്തട്ടിൽ പിതാവ് ഈ കസേരയിൽ ഇരിക്കുന്നത്. വർഷം 1 കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയാണ് ഈ അതിരൂപതയിലെ തോപ്പിൽ പള്ളിയിൽ ഒരു കുർബാന അർപ്പിച്ചത്. എന്നിട്ടും ബസിലിക്കയിൽ ഒരു കുർബാന അർപ്പിച്ചില്ല. അർപ്പിച്ചാൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് വിമതന്മാർ വിരട്ടി കാണും. മാർത്തട്ടിൽ പിതാവിന് പേടിയാണെങ്കിൽ പാംപ്ലാനി പിതാവെങ്കിലും ബസിലിക്കയിൽ കുർബാന ചൊല്ലണം. അല്ലാതെ ആർച്ച് ബിഷപ്പിന്റെ വികാരിയാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞു നടന്നിട്ട് കാര്യമില്ല. ആ തന്റെ ഇടമില്ലെങ്കിൽ പാംപ്ലാനിയും രാജിവെക്കണം.